പിന്നെ ഹേർണിയ വരാനായിട്ട് എന്തെങ്കിലും ഒരു ഏജ് കാറ്റഗറി അങ്ങനെ ഉണ്ടോ? അത് പ്രായമായവർക്ക് വരും അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ ഇപ്പോൾ കോമൺ ആണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് പല ഏജ് ഗ്രൂപ്പിനും പല ഹെർണിയാസ് ഉണ്ട്. അതായത് നമ്മൾ ജനിച്ച ഉടനെ കുട്ടികൾക്ക് കാണാറുണ്ട്. ജനിച്ച ഉടനെ ഉള്ള കുട്ടികൾക്ക് പൊക്കിളിൻ്റെ അവിടെ ചില കുട്ടികൾക്ക് പൊക്കിൾ തള്ളി കാണാറുണ്ട്. ചില കുട്ടികൾക്ക് ഇൻഗ്വിനൽ ഹെർണിയ വരും. അതിനൊക്കെ കൺജനൈറ്റൽ ഹെർണിയ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുത്തി. അത് അവരുടെ ജന്മന അവർക്ക് കിട്ടിയൊരു അസുഖം, അതായത് ജനിച്ചപ്പോഴേ ഉള്ളൊരു അസുഖമായിട്ടാണ്. അത് ഇൻഗ്വിനൽ ഹെർണിയ ആണെങ്കിലും ആണുങ്ങൾക്കാണ്, കുട്ടികൾക്ക് ആണുങ്ങളിലാണ് കൂടുതലും കാണുന്നത്. ഈ ഗ്രോയിൻ്റെ ആ ഭാഗത്തുള്ള ഡെവലപ്മെൻറ്റ്, നമ്മളെ ടെസ്റ്റിസ് എല്ലാം വയറ്റിനകത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ജനിക്കണ ആ സമയത്തോടു കൂടിയാണ് അത് ഇറങ്ങി അതിൻ്റെ യഥാർത്ഥ പൊസിഷനിലോട്ട് സാക്കിലോട്ട് എത്തുന്നത്. അപ്പോൾ ആ ഒരു ട്രാക്റ്റ് ഉണ്ടല്ലോ ഡെവലപ്പ് ചെയ്യുന്ന, ആ ട്രാക്റ്റ് സ്പോണ്ടേനിയസ് ആയിട്ട് ക്ലോസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അത് ക്ലോസ് ആവാതെ വരുന്ന സമയത്ത് വയറുമായിട്ടൊരു കണക്ഷൻ അവിടെ ആൾറെഡി നിലനിൽക്കുകയാണ്. ആ ഒരു കണക്ഷൻ നിലനിൽക്കുമ്പോൾ അതിൻ്റെ സൈസിനനുസരിച്ചാണ് ഹെർണിയ പിന്നെ ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് നമ്മളിത് ശ്രദ്ധിക്കുക. കാരണം ഇനീഷ്യലി ഒന്നും കുട്ടികളെ അധികം ശ്രദ്ധിക്കില്ലല്ലോ നമ്മൾ. പിന്നെ അവരൊരു സിംറ്റം കാണിക്കുന്ന സമയത്താണ് നമ്മൾ കാണുക, അല്ലെങ്കിൽ കൊച്ചുങ്ങൾ കരയുന്ന സമയത്ത് അവിടെ ഒരു വീർപ്പ് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെയാണ് കുട്ടികളിൽ കണ്ടുവരുന്നത്. പിന്നെ മിഡിൽ ഏജ് ഗ്രൂപ്പിൽ കാണുന്നത് ഈ ഇതുപോലെ സ്റ്റേണസ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കൂടി വരുന്നത്, പിന്നെ ജിമ്മിൽ പോകുമ്പോൾ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞു വരുന്നത്, അതൊക്കെയാണ് മിഡിൽ ഏജിൽ കാണുന്നത്. എൽഡർലി ഏജിൽ കാണുന്നത് ആണ് നമ്മളെ വയറ്റിനകത്ത് പ്രഷർ കൂടുന്ന കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ. എൽഡർലി ഏജിലാണ് കോൺസ്റ്റിപ്പേഷൻ വരിക, മൂത്ര തടസ്സം വരിക, പിന്നെ അതുപോലെ ചുമ, പിന്നെ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ സ്മോക്കിംഗ് കാരണം COPD, അതായത് ശ്വാസം മുട്ടൽ കണ്ടിട്ടില്ലേ? നമ്മൾ വലിച്ച് നടക്കുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ വലിച്ച് നടക്കുന്ന കാണാമല്ലോ, അന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അവർ ഈ ശ്വാസം എടുക്കാനുള്ള പ്രയാസം കാരണം അവരുടെ നോർമലി നമ്മളെ ശ്വാസം എടുക്കാൻ ഇവിടുത്തെ ചെസ്റ്റിലെ മസിൽസും ഡയഫ്രം ആണ് മെയിനായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നോർമലായിട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ടൈഡൽ വോളിയം ആവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടും, ജീവിച്ചു പോകും. ശ്വാസം മുട്ടലുണ്ടാവുന്ന ആൾക്കാർ, ഈ പുക വലിച്ചിട്ടൊക്കെ ശ്വാസകോശം നശിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ട്, COPD എന്ന് പറഞ്ഞ കണ്ടീഷൻ, അവർക്ക് അവരുടെ ലങ് വോളിയം തികയാതെ വരുമ്പോൾ അവർ കുറച്ച് ഡീപ്പായിട്ട് ബ്രീത്ത് എടുത്ത് തുടങ്ങും. അപ്പോൾ നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ വയറിലെ മസിൽ ആക്ട് ചെയ്യും, കഴുത്തിലെ മസിൽ ആക്ട് ചെയ്യും, ഒക്കെ ആക്ട് ചെയ്യുമല്ലോ ഇങ്ങനെ വലിച്ചു വിടുമ്പോൾ. അപ്പോൾ അവർ സ്ഥിരം ഓരോ ശ്വാസത്തിനും അങ്ങനെ എടുക്കേണ്ടി വരും. അപ്പോൾ വയറിലെ പ്രഷർ എപ്പോഴും ഇങ്ങനെ കൂടി നിൽക്കും. പിന്നെ അവരൊക്കെ എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കും. ചുമക്കുമ്പോഴൊക്കെ വയറിനകത്ത് പ്രഷർ കൂടും. നമ്മളെ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മളെ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വയസ്സ് കൂടുന്നതനുസരിച്ചും അതിനനുസരിച്ച് നമ്മളെ മസിൽ ബൾക്ക് കുറയും. ആ മസിൽ ബൾക്ക് കുറയുമ്പോൾ മസിലിൻ്റെ പവർ കുറയും. മസിലിൻ്റെ പവർ കുറയുമ്പോൾ ഹെർണിയ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതലും ചാൻസ് എൽഡർലി ഏജിലുള്ള ആൾക്കാർക്കാണ്. കുട്ടികളിൽ ചാൻസ് കൂടുതൽ കൺജനൈറ്റൽ ഹെർണിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. വലിയവർക്ക് ഏറ്റവും കൂടുതൽ ഇതുപോലത്തെ ഈ അസുഖങ്ങൾ കാരണം വരുന്ന ഹെർണിയാസാണ്. മിഡിൽ ഏജിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആക്ടിവിറ്റി ഉള്ളവർക്കാണ്. കൂടുതൽ ആക്ടിവിറ്റി ചെയ്യുന്നവർക്കാണ് കൂടുതലും വരിക. പിന്നെ ഹെർണിയ വരാനുള്ള മെയിൻ കാരണം ഈ സ്ട്രെച്ചിങ് ആണ്. നമ്മളെ ടിഷ്യൂസ് സ്ട്രെച്ച് ആവുന്ന അവസ്ഥ, അത് ഈ ആക്ടിവിറ്റി ചെയ്യുന്നവർക്ക് വരും. പെട്ടെന്ന് ഒരു ദിവസം ജിമ്മിൽ പോയി കൂടുതൽ വർക്കൗട്ട് ചെയ്തവർക്ക് വരാം. പിന്നെ അതുപോലെ പെട്ടെന്ന് തടി കൂടുന്നവർക്ക് വരാം, പെട്ടെന്ന് തടി കുറയുന്നവർക്ക് വരാം. അങ്ങനെ എല്ലാ റാപ്പിഡ് ചേഞ്ച് ഉള്ളവർക്കാണ് ഹെർണിയ കൂടുതൽ കാണാറ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്കൊരു കാരണം ഇപ്പോൾ എല്ലാവരും ജിമ്മിൽ പോയിട്ട് പെട്ടെന്ന് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ഈ ഒരു രീതിയിലേക്ക് വരികയാണല്ലോ, മസിൽസ് ബൾക്ക് ചെയ്യുക. അപ്പോൾ അത് ഹെർണിയയ്ക്കൊരു കാരണമായി മാറാൻ ചാൻസ് ഉണ്ടല്ലേ? പെട്ടെന്ന് ചെയ്യുന്നത്, അതായത് ഓരോന്നിനും ഓരോ രീതി ഉണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരാൾക്ക് ഒരു 10 കിലോമീറ്റർ ഓടാൻ പറ്റില്ല. അവർ ഗ്രാജുവലി ഒരു 1/2 കിലോമീറ്റർ ഓടി, കുറച്ച് നടന്ന്, പിന്നെ അടുത്ത ദിവസം ഒരു 1 കിലോമീറ്റർ ഓടി, പിന്നെ നടന്ന്, അങ്ങനെ 10 കിലോമീറ്റർ, 21, 42, അങ്ങനെ ഹാഫ് മാരത്തോൺ, ഫുൾ മാരത്തോൺ ഒക്കെ ആയി പോകുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിന് സ്ട്രെയിനാണ്. അപ്പോൾ ഒരു ജിമ്മിൽ പോയിട്ട് ആരും ഒരു 3 മാസം കൊണ്ട് തടി കുറഞ്ഞ് മസിൽ ബൾക്കായി ഷാറൂഖ് ഖാനെ പോലെ വരാമെന്നൊന്നും ആരും വിചാരിക്കരുത്. അങ്ങനെ ചെയ്യരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലെവലിലോട്ടൊക്കെ എത്തണേ, മസിൽ ബൾക്കൊക്കെ കൂട്ടി ആ ഒരു ലെവലിലോട്ട് എത്തണമെങ്കിൽ മിനിമം 2 വർഷമെങ്കിലും നമ്മൾ ടൈം കൊടുത്ത് ചെയ്യണം.